കുട്ടികളിൽ വിട്ടുമാറാത്ത ഗ്യാസിൻ്റെ പ്രശ്നമുണ്ടെന്ന് നമുക്ക് മാതാപിതാക്കൾക്ക് എങ്ങനെയാണ് നമുക്ക് തിരിച്ചറിയാൻ പറ്റുക? അധികം കുട്ടികളും മൊബൈലിൽ കൂടുതലായിട്ടും സ്ക്രീൻ ടൈമാണ് വളരെ കൂടുതലായിട്ടിരിക്കുന്നത്. അപ്പോൾ ബോട്ടിൽ ഫീഡിങ് ഫോർമുല മിൽക്ക് കൊടുക്കുന്നവർക്ക് ഈ ഒരു ഗ്യാസിൻ്റെ പ്രശ്നം കൂടുതലായിട്ട് കണ്ടുവരുന്നത്. എല്ലാ ഗ്യാസിൻ്റെ പ്രശ്നവും നമ്മൾ സാധാരണമായിട്ട് വിടരുത്. എപ്പോഴും 3 വയസ്സിന് താഴെയുള്ള കുട്ടികളായാലും അല്ലെങ്കിൽ 6 മാസം തൊട്ട് 1 വയസ്സ് വരെയുള്ള കുട്ടികളാണെങ്കിലും ഇവരുടെ ലക്ഷണങ്ങൾ പറയുന്നുണ്ടാവില്ല. അപ്പോൾ നമുക്കത് എങ്ങനെ മാതാപിതാക്കൾക്ക് ഇത് ഗ്യാസിൻ്റെ പ്രശ്നമാണെന്ന് തിരിച്ചറിയാനായിട്ട് പറ്റും. ഇനി ആ ഗ്യാസ് കഴിയാനായിട്ട് എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ചാണ് ഇന്നത്തെ എൻ്റെ ടോക്ക്. ഇത് നിങ്ങളുടെ ഡോക്ടർ ജുമാന ഹസീനെ ജി, ഡോക്ടർ ജുമാനാസ് ഹോമിയോ കെയർ, വള്ളിയോട്, പാലക്കാട്. ജനിച്ചത് മുതൽ 6 മാസം വരെയുള്ള കുട്ടികളിൽ ഗ്യാസിൻ്റെ പ്രശ്നം വളരെയധികം കുറവായിരിക്കും. എന്നാലും നമ്മൾ ഓരോ പ്രാവശ്യം ഫീഡ് ചെയ്തതിന് ശേഷവും തോളത്ത് അവരുടെ വയറ് ഈ ഒരു പിക്ചറിൽ കാണത്തക്ക രീതിയിൽ അവരുടെ വയറ് പ്ലേസ് ചെയ്യുക. എന്നിട്ടൊരു 3 കുട്ടി ചെറിയ തോതിൽ കൊടുത്തു കഴിയുമ്പോൾ അത് ബർപ്പ് ഒരു ഏമ്പൊക്കെ വരും. അതിനുശേഷം മാത്രമേ ഇവർ തൊട്ടിയിലാണെങ്കിലും അല്ലെങ്കിൽ ബെഡിലാണെങ്കിലും കിടത്താനായിട്ട് ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ ചില കുട്ടികൾക്ക് പാൽ ഓവറായിട്ട് അങ്ങനെ മൂക്കിലൂടെ വരിക, പുളിച്ച് തേട്ടി വരിക, ഇങ്ങനത്തെ ബുദ്ധിമുട്ടുകൾ കണ്ടുവരാറുണ്ട്. ഇനി 6 മാസം കഴിഞ്ഞ കുട്ടികളിൽ ഇതിലും എസ്പെഷ്യലി ചിലർ ബോട്ടിൽ ഫീഡിങ് ചെയ്യാറുണ്ട്. അപ്പോൾ ബോട്ടിൽ ഫീഡിങ് ഫോർമുല മിൽക്ക് കൊടുക്കുന്നവർക്ക് ഈ ഒരു ഗ്യാസിൻ്റെ പ്രശ്നം കൂടുതലായിട്ട് കണ്ടുവരുന്നുണ്ട്. അതിൻ്റെ മെയിൻ റീസൺ എന്താണെന്ന് പറയുമ്പോൾ നമ്മൾ നോർമലി കുട്ടികൾക്ക് മുലപ്പാൽ കൊടുക്കുന്നതും ഫീഡിങ്ങും ഈ ഒരു ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ബോട്ടിൽ ഫീഡിങ് ചെയ്യുമ്പോൾ അതിൻ്റെ ആ നിപ്പിളുടെ ഒരു വലിപ്പം ചിലപ്പോൾ കുറച്ചുകൂടി വലുതായിട്ടുണ്ടാകും. പിള്ളേരത് കടിച്ചത് കൊണ്ട് അങ്ങനെ അതിൻ്റെ നിപ്പിളിൻ്റെ ഇത് വലുപ്പമായിട്ട് ഫോഴ്സ്ഫുള്ളി ഭയങ്കര ഫോഴ്സോട് കൂടിയിട്ടായിരിക്കും ചിലപ്പോൾ പാല് കയറുന്നുണ്ടാവുക. ഉദ്ദേശിക്കുന്ന അളവിൽ നിന്നും കൂടുതലായിട്ട് പോകുന്നുണ്ടാവും. അപ്പോൾ ഇതിനിടയ്ക്ക് എയർ കയറാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഫോർമുല മിൽക്ക് എടുക്കുന്ന കുട്ടികളിൽ കൂടുതലായിട്ടും ഈ ഗ്യാസിൻ്റെ പ്രശ്നം കണ്ടുവരാറുണ്ട്. അപ്പോൾ നമ്മളെപ്പോഴും എന്തൊരു ഹോം റെമഡീസ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിലും 6 മാസത്തിന് താഴെയുള്ള കുട്ടികൾക്ക് ഒരു ഹോം റെമഡീസും കൊടുക്കരുത്, അത് ട്രൈ ചെയ്യരുത്. 6 മാസത്തിന് ശേഷമുള്ള കുട്ടികളിൽ മാത്രമേ ഈ ഒരു ഹോം റെമഡീസ് നമുക്ക് ട്രൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതിന് നമ്മൾ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? അപ്പോൾ കുട്ടികൾ ഈ വയറുവേദന അല്ലെങ്കിൽ ഗ്യാസിൻ്റെ ഒരു പ്രശ്നം കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ പലപ്പോഴും കുട്ടി അതിൻ്റെ 2 കാലുകളും വയറിലോട്ട് ചേർത്ത് വെച്ചിട്ടായിരിക്കും വേദന കൊണ്ട് ഇങ്ങനെ കരയുന്നുണ്ടാവുക. അത് ചിലപ്പോൾ ഒരു 10 മിനിറ്റ് ഇടവിട്ട് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് തന്നെ കുട്ടികളുടെ ഈ വയറുവേദന കണ്ടുവരും. അപ്പോൾ ഇത് ചില നേരങ്ങളിൽ ഫോർമുല മിൽക്ക് മാത്രമല്ല, നമ്മൾ ഇപ്പോൾ മുലപ്പാൽ മാത്രമാണ് കുടിക്കുന്നത് എന്നുണ്ടെങ്കിലും അമ്മമാർ കഴിക്കുന്ന ചില ഭക്ഷണത്തിലും അതിൽ കൂടുതലായിട്ടും ഗ്യാസ് ഫോർമേഷൻ കൂടുന്നുണ്ട്, അത്തരത്തിലുള്ള ഭക്ഷണങ്ങളാണ് കഴിക്കുന്നത് എന്നുണ്ടെങ്കിൽ അത് കുട്ടീനെ തീർച്ചയായിട്ടും അത് എഫക്റ്റ് ചെയ്യുന്നുണ്ടാവും. അത് കാരണം ഇവർ വയറുവേദന കൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടുന്നുണ്ടാവും. അപ്പോൾ ഈ ഒരു കരച്ചിൽ ഭയങ്കര 10 മിനിറ്റ് 5 മിനിറ്റ് കൂടുമ്പോൾ തന്നെ വരുന്നുണ്ട്. മോഷൻ പാസ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുണ്ട്. എന്നാൽ കുറച്ച് നേരം അങ്ങനെ എടുത്ത് നടക്കും അല്ലെങ്കിൽ വയറ് അമർത്തി പിടിക്കുമ്പോൾ ഇത്തിരി ആശ്വാസമാവുന്നുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് ഗ്യാസ് കയറിയതിൻ്റെ ഒരു ലക്ഷണമാണ്. അപ്പോൾ ഇങ്ങനെ 6 മാസം തൊട്ട് 1 വയസ്സ് വരെയുള്ള കുട്ടികളിൽ നമ്മൾ എന്താണ് ഈ ഗ്യാസ് കയറുമ്പോൾ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞാൽ, ഇതിന് അയമം അല്ലെങ്കിൽ അജ്വൈൻ എന്ന് പറഞ്ഞ ഓമം വളരെ ഇഫക്റ്റീവാണ്. അപ്പോൾ ഇത് ഇട്ട് തിളപ്പിച്ചിട്ട് അതിൻ്റെ വെള്ളം ഒരു 2 ടീസ്പൂൺ ചെറിയ തോതിൽ ഒരു 2 മണിക്കൂർ ഇടവിട്ടിട്ടൊന്ന് കൊടുത്ത് നോക്കുക. അപ്പോൾ തന്നെ നല്ല ആശ്വാസം ഉണ്ടാവും. അങ്ങനെ അല്ലാന്നുണ്ടെങ്കിൽ ജീരകം വളരെ എഫക്റ്റീവാണ്. ജീരകം അതും ഇട്ട് തിളപ്പിച്ച വെള്ളമാണ് കൊടുക്കേണ്ടത്. അത് അതേപടി പൗഡറാക്കിയിട്ടോ അങ്ങനെയൊന്നും യൂസ് ചെയ്യേണ്ട. അത് ഇട്ട് തിളപ്പിച്ച വെള്ളം ഒരു 2 ടീസ്പൂൺ അങ്ങനെ കൊടുക്കുക. അപ്പോൾ തന്നെ അവർക്ക് നല്ല വ്യത്യാസം ഉണ്ടാവും. ഇനി ഇതിൽ തന്നെ ഒരു കാര്യം എമർജൻസി ആയിട്ടുള്ളതാണ്, അത് പാരൻസ് വളരെയധികം ശ്രദ്ധിക്കണം. ജനിച്ച കുട്ടികൾ മുതൽ അതേപോലെ 3 വയസ്സ് വരെ കുട്ടികളിൽ ചിലർക്ക് ഈ കുടൽ ഉള്ളിൽ പോകുന്ന ഒരു പ്രകൃതമുണ്ട്. ഇൻറ്റുസസെപ്ഷൻ എന്ന് പറയും. അത് എമർജൻസി ആയിട്ടുള്ളൊരു കണ്ടീഷനാണ്. അതായത് ഈ ഒരു ഗ്യാസ് കയറിയ പ്രശ്നം പോലെ തന്നെ കുട്ടി അമിതമായിട്ട് കരയുക, അതിൻ്റെ കൂടെ തന്നെ മോഷൻ പാസ് ചെയ്യുന്ന ടൈമിൽ അതിലൂടെ രക്തം കലർന്ന് കണ്ടുവരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിന് ഇൻ്റർകറൻറ്റ് ഒരു ജെല്ലി ടൈപ്പിലുള്ള മോഷൻ എന്നാ പറയുക. അപ്പോൾ ഇങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എമർജൻസി ആയിട്ട് തന്നെ നിങ്ങൾ ഡോക്ടറെ കൺസൾട്ട് ചെയ്യണം. കാരണം ടെലസ്കോപ്പിംഗ് എന്ന് പറയും. ചെറുകുടൽ സ്മോൾ ഇൻറ്റെസ്റ്റൈന് ഒരു ഭാഗത്തു നിന്നും വേറൊരു ഭാഗത്തോട്ട് ഉള്ളിലോട്ട് കയറി വരുന്ന ഒരു പ്രകൃതം. ഇത് എമർജൻസി ആയിട്ട് ട്രീറ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ വൻകുടലിൽ ചെറുകുടലിൽ പോകുന്ന രക്തയോട്ടം കംപ്ലീറ്റ് ആയിട്ട് ബ്ലോക്ക് ആവും. അത് കുട്ടിയുടെ ആ ഒരു ആരോഗ്യം അതേപോലെ തന്നെ കുട്ടിയുടെ മരണത്തിന് വരെ കാരണമായേക്കാം. അതുകൊണ്ട് തന്നെ എല്ലാ ഗ്യാസിൻ്റെ പ്രശ്നവും നമ്മൾ സാധാരണമായിട്ട് വിടരുത്. കുട്ടിയുടെ മലവിസർജനത്തിൽ രക്തം കലർന്ന് വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് എമർജൻസി തന്നെയാണ്. തീർച്ചയായിട്ടും അത് ഉടനെ ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യണം. അല്ലാത്ത പക്ഷത്തിൽ നമുക്ക് ചെറിയ തോതിൽ വിട്ട് വരുന്ന വേദനയാണ് എന്നുണ്ടെങ്കിൽ
തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു അയമം അല്ലെങ്കിൽ അജ്വൈൻ ഓമം ട്രൈ ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ ജീരകവും വളരെയധികം എഫക്റ്റീവാണ്. ഇനി കുറച്ച് വലിയ കുട്ടികളിൽ 1 വയസ്സിന് മുകളിലുള്ള കുട്ടികളിൽ ഈ ഒരു ഗ്യാസിൻ്റെ പ്രശ്നം എങ്ങനെയാണ് ഇവരുടെ ശരീരത്തിൻ്റെ വളർച്ചയെ ബാധിക്കുന്നത്? ഗ്യാസിൻ്റെ പ്രശ്നം ഫ്രീക്വൻ്റ് ആയിട്ട് വരുന്നത് പലപ്പോഴും ഭക്ഷണത്തിൻ്റെ ടൈം തെറ്റിക്കഴിക്കുമ്പോഴാണ്. അത് സ്കൂളിൽ പോകുന്ന കുട്ടികളായാലും അതേപോലെ തന്നെ ഈ ഒരു പ്രീ സ്കൂളായിട്ടുള്ള 1 വയസ്സ് മുതൽ 3 വയസ്സ് വരെയുള്ള കുട്ടികളിൽ മാക്സിമം ഇവരുടെ ഭക്ഷണശീലം ടൈമിങ് തെറ്റിക്കഴിക്കുന്നത് ഗ്യാസ് കയറാനായിട്ടുള്ള പ്രധാന കാരണമാണ്. ഇങ്ങനെ ഗ്യാസ് കയറി നിൽക്കുമ്പോൾ പലപ്പോഴും കുട്ടികൾക്ക് പ്രോപ്പറായിട്ട് ഭക്ഷണം കഴിക്കാൻ പറ്റാത്ത അവസ്ഥ വരും. അതുകൊണ്ട് തന്നെ അവരുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള പോഷകങ്ങൾ ശരിയായ തോതിൽ കിട്ടാതെയും വരാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഫ്രൈഡ് സ്നാക്സ്, ഫ്രഞ്ച് ഫ്രൈസ്, അങ്ങനെ ഫ്രൈഡ് സ്നാക്സ് അല്ലെങ്കിൽ പാക്ക്ഡ് ഐറ്റംസ്, ചിപ്സ്, ഇത് പരമാവധി കുട്ടികൾക്ക് കൊടുക്കുന്നത് ഒഴിവാക്കണം. കാരണം ഈ പാക്ക്ഡ് ഐറ്റത്തിൽ എല്ലാം തന്നെ പലപ്പോഴായിട്ടും ഇതിൻ്റെ ഗ്യാസിൻ്റെ ഉൽപ്പാദനം പരമാവധി കൂട്ടും കുട്ടികളിൽ. അപ്പോൾ ഇവർ സാധാരണഗതിയിലുള്ള പോഷകമായിട്ടുള്ള ആഹാരങ്ങൾ കഴിക്കുന്നത് പരമാവധി ഒഴിവാക്കും. അപ്പോൾ ഈ ഒരു ഏജിലുള്ള കുട്ടികൾക്ക് സമയത്തിന് ഭക്ഷണം കൊടുക്കുക എന്നുള്ളത് ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ വെള്ളം കുടിക്കുന്ന അളവും കുട്ടികളിൽ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഈ ഗ്യാസിൻ്റെ പ്രശ്നം കാരണം പലപ്പോഴും ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ഭക്ഷണങ്ങൾ വലിച്ചെടുക്കാതെ വരും. ഇത് മാത്രമല്ല, ചില കുട്ടികളിൽ മലബന്ധം, കോൺസ്റ്റിപ്പേഷൻ ഉണ്ട് എന്നുണ്ടെങ്കിലും അതും ഗ്യാസിൻ്റെ പ്രശ്നത്തിന് ഒരു കാരണമാവും. 3-4 ദിവസത്തിന് ഒരിക്കൽ മാത്രമേ മലവിസർജനം ഉണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതും ഗ്യാസ് അടിഞ്ഞുകൂടാനായിട്ടുള്ള ഒരു കാരണമാവും. അങ്ങനെയുള്ള ടൈമിൽ അവരുടെ ഫൈബർ കണ്ടന്റ്, നാരുകൾ അധികം അടങ്ങിയിട്ടുള്ള ഭക്ഷണം കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അവരുടെ ഉറക്കം പ്രോപ്പറാണോ എന്നുള്ളത് ശ്രദ്ധിക്കാം. അവരുടെ ഡൈജഷൻ കൂട്ടാനും ഈ ഓമം അല്ലെങ്കിൽ അജ്വൈൻ വളരെയധികം ഇഫക്റ്റീവാണ്. അതേപോലെ തന്നെ ജീരകം, പെരുംജീരകവും എഫക്റ്റീവാണ്. ഈ പെരുംജീരകവും വലിയ കുട്ടികളാണ് എന്നുണ്ടെങ്കിൽ ഒരു 2 ജീരകം ചവച്ചരച്ച് കഴിക്കാനായിട്ട് തന്നെ ഇടയ്ക്ക് അവർക്ക് കൊടുക്കുന്നത് വളരെ ഇഫക്റ്റീവായിരിക്കും. മോഷൻ ഫ്രീ ആയിട്ട് പോകാൻ വളരെയധികം ഇഫക്റ്റീവായിരിക്കും. 6 മാസത്തിന് താഴെയുള്ള കുട്ടികൾ, അതേപോലെ 6 മാസം മുതൽ 1 വയസ്സ് വരെയുള്ള കുട്ടികളിൽ ഗ്യാസ് കയറിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഹോം റെമഡി പറഞ്ഞു. അതല്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞാൽ ബൈസൈക്ലിംഗ് എക്സസൈസ് എന്ന് പറയും. കുട്ടികളെ ഈ ഒരു പിക്ചറിൽ കാണത്തക്ക രീതിയിൽ അവരെ കിടത്തിയിട്ട് 2 കാലും നമ്മൾ സൈക്കിൾ ചെയ്യുന്ന രീതിക്ക് ചെയ്യുന്ന ടൈമിൽ തീർച്ചയായിട്ടും അവരുടെ പെൽവിക് മസിൽസൊക്കെ റിലാക്സ് ചെയ്തിട്ട് ഗ്യാസ് കെട്ടിക്കിടക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് കീഴ്വായുവായിട്ടോ അങ്ങനെ ഗ്യാസ് കളയാനായിട്ട് വളരെയധികം ഇഫക്റ്റീവായിരിക്കും. ഈ ഒരു മെത്തേഡ് നിങ്ങൾക്ക് 6 മാസം മുതൽ അതേപോലെ 1 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. ഇനി 1 വയസ്സിന് മുകളിലുള്ള കുട്ടികളാണെന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഒരുപാട് കുട്ടികൾക്ക് ഈ ഗ്യാസിൻ്റെ പ്രശ്നം വരാനായിട്ടുള്ള പ്രധാന റീസൺ എന്ന് പറയുന്നത് അധികം ആളുകളും ഔട്ട്ഡോർ ഗെയിംസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നില്ല. പുറത്ത് പോയി കളിക്കുക, ഓടിക്കളിക്കുക എന്നുള്ളത് വളരെ റെയറാണ്. അധികം കുട്ടികളും മൊബൈലിൽ കൂടുതലായിട്ടും സ്ക്രീൻ ടൈമാണ് വളരെ കൂടുതലായിട്ട് ഇരിക്കുന്നത്. അപ്പോൾ കുട്ടികളെ പരമാവധി പുറത്ത് കളിപ്പിക്കാനായിട്ട് ശ്രമിക്കുക. ഇങ്ങനെയുള്ള ടൈമിൽ തീർച്ചയായിട്ടും അവർക്ക് ഗ്യാസിൻ്റെ പ്രശ്നമോ അല്ലെങ്കിൽ ഈ മലബന്ധമോ ഇതൊന്നും വരാൻ ചാൻസേ ഇല്ല. അപ്പോൾ ഒരുപാട് ഫാസ്റ്റ് ഫുഡുകളും അതുപോലെ ചിപ്സ്, പാക്ക്ഡ് ഐറ്റംസ്, സോഫ്റ്റ് ഡ്രിങ്കുകൾ കൊടുക്കുന്നത് പരമാവധി ഒഴിവാക്കുക. കാർബണേറ്റഡ് ഡ്രിങ്ക്സ്, സോഫ്റ്റ് ഡ്രിങ്ക്സ് ഇത് ദഹനത്തിൻ്റെ പ്രക്രിയനെ ടോട്ടലായിട്ടും മാറ്റിമറിക്കും. ഫ്യൂച്ചറിൽ അവർക്ക് അൾസറിൻ്റെ പ്രശ്നം വരാനും അതുപോലെ IBS പോലുള്ള ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വരാൻ ഇതൊരു കാരണമാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫാസ്റ്റ് ഫുഡ് പരമാവധി ഒഴിവാക്കുക. ഭക്ഷണം കൊടുക്കുന്നതിൻ്റെ അളവ് അവർക്ക് മതി എന്ന് പറഞ്ഞാൽ അത് നിർത്താനായിട്ട് ശ്രദ്ധിക്കുക. അമിതമായിട്ടുള്ള ഓവർ ഫീഡിങ് ഒഴിവാക്കുക. അതായത് ഭക്ഷണം കൊടുക്കുന്ന ടൈമിൽ ഫോൺ ഉപയോഗിച്ച് പലപ്പോഴും പാരൻസ്, കാരണം ഫോൺ ഉപയോഗിക്കുന്ന ടൈമിൽ കുട്ടി കുറേ കൂടെ കഴിക്കുന്നുണ്ട് എന്നുള്ളൊരു മിഥ്യാധാരണ പാരൻസിന് പലപ്പോഴും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് സ്ക്രീൻ ടൈം വെച്ചുകൊണ്ടാണ് പലരും ഫീഡ് ചെയ്യുന്നത്. എന്നാൽ അതങ്ങനെ ചെയ്യരുത്. അങ്ങനെ ചെയ്യുന്ന ടൈമിൽ അത് ഓവർ ഈറ്റിങ്ങിന് ഒരു കാരണമാവും. ഈ ഓവർ ഈറ്റിംഗ് പലപ്പോഴും അതും ഗ്യാസിനൊരു പ്രധാന കാരണമാവുന്നുണ്ട്. ഇതും മലബന്ധത്തിനൊരു കാരണമായി മാറുന്നുണ്ട്. അതുകൊണ്ട് അവർക്ക് മതി എന്നുള്ളൊരു തോന്നൽ പലപ്പോഴും വരില്ല. കാരണം ഡീവിയേറ്റായി പോവുകയാണ്. അവർ ഫോണിൽ യൂസ് ചെയ്യുന്ന ടൈമിൽ അല്ലെങ്കിൽ ലാപ്പ് അങ്ങനെ സ്ക്രീൻ ടൈം യൂസ് ചെയ്യുന്ന ടൈമിൽ അവരുടെ മൈൻഡ് ഡീവിയേറ്റ് ആവുന്നത് കൊണ്ട് തന്നെ അവരുടെ ബ്രെയിന് സിഗ്നൽ ഔട്ട് ചെയ്യില്ല. മതി എന്നുള്ളൊരു തോന്നൽ പലപ്പോഴും കുട്ടികൾക്ക് തോന്നാറില്ല. ആ ലെപ്റ്റിൻ ഹോർമോൺ ചുരക്കുന്നത് വളരെ കുറവാണ്. അതുകൊണ്ട് ഭക്ഷണം കഴിക്കുന്ന ടൈമിൽ കുട്ടികൾക്ക് പരമാവധി സ്ക്രീൻ ടൈം ആ ഒരു നേരത്ത് ഒഴിവാക്കുക. വെള്ളത്തിൻ്റെ അളവ് പലപ്പോഴും കുട്ടികൾ വെള്ളം കുടിക്കുന്നത് കുറവായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ പാരൻസ് ജ്യൂസായിട്ട് കൊടുക്കാറുണ്ട്. ഫ്രൂട്ട്സ് അതേപടി കൊടുക്കുന്നതാണ് നല്ലത്. ഭാവിയിൽ അവർക്ക് ഷുഗർ, ഡയബറ്റീസ് പോലുള്ള പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഫാറ്റി ലിവർ പോലുള്ള പ്രശ്നങ്ങൾ വരാതിരിക്കണം എന്നുണ്ടെങ്കിൽ അമിതമായിട്ട് ഈ ജ്യൂസസ് നമ്മൾ പാക്കഡ് ആയിക്കോട്ടെ അല്ലെങ്കിൽ നമ്മൾ തന്നെ ആണെങ്കിലും അത് കൂടുതൽ സ്വീറ്റ് ആഡ് ചെയ്തിട്ടുള്ള ജ്യൂസസ് പരമാവധി ഒഴിവാക്കിയിട്ട് അവർക്ക് ഫ്രൂട്ട്സ് അതേപടി കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം ഫ്രൂട്ട്സ് അതേപടി കൊടുക്കുമ്പോൾ അതിൽ ഫൈബർ കണ്ടൻറ്റ് കൂടുതലായിട്ടുണ്ട്. ഇത് മലബന്ധം ഒഴിവാക്കാനായിട്ട് വളരെയധികം ഹെൽപ്ഫുൾ ആവും.
വെള്ളം പ്രോപ്പർലി കുട്ടികളെ കൊണ്ട് കുടിപ്പിക്കുക. വെള്ളം പ്രോപ്പർലി കുടിച്ചു കഴിഞ്ഞാൽ തന്നെ ഈ ഗ്യാസിൻ്റെ പ്രശ്നം പരമാവധി ഒഴിവാക്കാൻ പറ്റും. അതേപോലെ നമുക്ക് വീട്ടിൽ തന്നെ ട്രൈ ചെയ്യാവുന്ന ടിപ്പ് എന്ന് പറയുന്നത് ഈ ഒരു പെരുംജീരകം, അതേപോലെ ഓമം എന്ന് പറയുന്ന അജ്വൈൻ, ഇത് രണ്ടും വളരെയധികം ഇഫക്റ്റീവാണ്. അത് വലിയ കുട്ടികൾ ചവച്ചരച്ച് തന്നെ കഴിക്കാനായിട്ട് നമുക്ക് പറയാം. അതേപോലെ വെളുത്ത അരി, വൈറ്റ് റിഫൈൻഡ് ആയിട്ടുള്ള ഐറ്റംസ്, മൈദ, ഇത് കുട്ടികളുടെ ഗ്യാസിൻ്റെ പ്രശ്നം കൂട്ടും. അപ്പോൾ പരമാവധി അത് ഒഴിവാക്കിയിട്ട് അവർക്ക് തവിട്, കളയാത്ത അരി, ബ്രൗൺ റൈസ്, ഇത് കൂടുതലായിട്ടും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കുക. ഇത് തീർച്ചയായിട്ടും കുട്ടികളിൽ ആ ഒരു ന്യൂട്രിയൻ വാല്യൂ, അവർ കഴിക്കുന്ന ഭക്ഷണത്തിലെ പോഷകം നല്ല രീതിക്ക് കിട്ടാനും സഹായിക്കും. മെറ്റബോളിസം വളരെയധികം ഹെൽപ്ഫുള്ളാണ്. അതേപോലെ രാവിലെ എണീറ്റ ഉടനെ കുട്ടികൾക്ക് ഒരു വയസ്സ് മുതൽ 3 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ഇളം ചൂടുവെള്ളം കൊടുക്കുന്നത് വളരെ ഇഫക്റ്റീവ് ആയിരിക്കും. അവരുടെ ആ ഒരു മലവിസർജനം പ്രോപ്പർ ആക്കാനായിട്ട് പലപ്പോഴും 2 ദിവസം 3 ദിവസത്തിന് ഒരിക്കലും മലവിസർജനം നടത്തുന്ന കുട്ടികളുണ്ട്. അപ്പോൾ ഇത് ഒഴിവാക്കാനായിട്ട് രാവിലെ എണീച്ച ഉടനെ ചൂടുവെള്ളം കൊടുക്കുന്നത് നമ്മുടെ വൻകുടലിലേക്കുള്ള ആ ഒരു രക്തയോട്ടം പ്രോപ്പർ ആക്കാനായിട്ട് വളരെയധികം സഹായകരമാവും. അപ്പോൾ അതുകൊണ്ട് അത് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ അവർക്ക് ഈ ഒരു ദഹനക്കേട്, അതേപോലെ തന്നെ ഗ്യാസിൻ്റെ പ്രശ്നം കുട്ടികളിൽ വന്നു എന്നുണ്ടെങ്കിൽ പുതിന, അതേപോലെ തന്നെ തുളസി, ഇത് ഇട്ട് തിളപ്പിച്ച വെള്ളം കുട്ടികൾക്ക് കൊടുക്കുന്നത് വളരെ ഇഫക്റ്റീവാണ്. അതേപോലെ തന്നെ പുതിന ചമ്മന്തി, സാധാരണഗതിയിലുള്ള ചട്നീസ്, അങ്ങനെയൊക്കെ ഇതിന് പകരം റീപ്ലേസ് ചെയ്ത് കുട്ടികൾക്ക് ഈ ഇലക്കറികൾ കൂടുതലും ഉൾപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കുക. ഇത് തീർച്ചയായിട്ടും മലബന്ധം ഒഴിവാക്കാനും മാത്രമല്ല വയറിൽ കെട്ടിക്കിടക്കുന്ന ഗ്യാസ് കുട്ടികൾക്ക് അത് ഏമ്പക്കമായിട്ടോ അല്ലെങ്കിൽ കീഴ്വായുവായിട്ടോ അത് റിലീഫ് ആവാനായിട്ട് വളരെയധികം സഹായകരമാവുന്ന ഒന്നാണ്. അപ്പോൾ കുട്ടികളുടെ ഈ ഒരു ഗ്യാസിൻ്റെ പ്രശ്നം അല്ലെങ്കിൽ അവരുടെ ബുദ്ധിമുട്ടുകളെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ട് എന്നുണ്ടെങ്കിൽ താഴെ തന്നിട്ടുള്ള ഈ ഒരു വാട്സപ്പ് നമ്പറിൽ എന്നെ ബന്ധപ്പെടാവുന്നതാണ്. മറ്റൊരു ഹെൽത്ത് ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം. ഇത് നിങ്ങളുടെ ഡോക്ടർ ജുമാന ഹസീന ജി, ഡോക്ടർ ജുമാനാസ് ഹോമിയോ കെയർ, വള്ളിയോട്, പാലക്കാട്.